വാമനൻ മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ദിവസമാണ് നമ്മൾ തിരുവോണമായി ആചരിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും എന്റെ നമസ്കാരം. പതിവ് പോലെ ഞങ്ങൾ ഇന്നും പൂക്കളം ഇട്ടു. ഇന്ന് ഒരുപാട് പൂക്കളുണ്ട്. നാളെ മുതൽ പൂക്കളം ഇടാൻ പറ്റാത്തതിന്റെ സങ്കടവും എനിക്കുണ്ട്. എന്നാൽ നമുക്ക് തിരുവോണത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ കൂടി നോക്കിയാലോ. അസുര രാജാവായ മഹാബലിയുടെ ഭരണത്തിൽ അസൂയ തോന്നിയ ദേവന്മാർ അവർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിക്കുകയും മഹാവിഷ്ണു വാമന രൂപത്തിൽ വന്ന് മഹാബലിയോട് 3 അടി മണ്ണ് വരം ചോദിക്കുകയും 7 ലോകവും 2 അടി കൊണ്ട് അളന്ന വാമനൻ 3-ാമത്തെ അടിക്കായി മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് 3-ാമത്തെ അടി അളക്കുന്നതിന് മുമ്പ് മഹാബലി വാമനനോട് തന്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ നേരിൽ വന്ന് കാണാൻ വരം ചോദിക്കുകയും വാമനൻ മഹാബലിക്ക് ആ വരം നൽകുകയും ചെയ്തു. തുടർന്ന് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വടക്കൻ മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിൽ തിരുവോണ നാളിൽ വീടുകളിൽ എത്തുന്ന ഒരു തെയ്യക്കോലമാണ് ഓണപ്പൊട്ടൻ. സംസാരിക്കാത്തത് കൊണ്ടാണ് പൊട്ടൻ എന്ന് വിളിക്കുന്നത്. മണിക്കിലുക്കി നൃത്തം ചെയ്ത് ഇവർ വീടുകളിൽ ഐശ്വര്യം നൽകുന്നു. മധ്യ കേരളത്തിൽ പണ്ടുകാലത്ത് ഓണനാളുകളിൽ പുരുഷന്മാർ പരസ്പരം പോരാടുന്ന ഒരു തരം കായിക വിനോദമാണ് ഓണത്തല്ല്. ഓണം ഒരു സമത്വത്തിന്റെ സന്ദേശം കൂടിയാണ്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന വരികൾ സൂചിപ്പിക്കുന്ന പോലെ ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന മതേതര ഉത്സവമാണിത്.